بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഇന്ന് നമ്മളിവിടെ തുടർത്തി സംസാരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അഥവാ സലഫി അഖീദ സ്ഥിരീകരിക്കുന്നതായ ഏതാനും ആയത്തുകൾ അത് വിശദീകരിക്കലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കലാം എന്നുള്ള സിഫത്തുണ്ട് എന്നതിന്റെ തെളിവുകളാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. ഇന്ന് അല്ലാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്ന ആശയത്തിന്റെ തെളിവുകൾ. അതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, ഒന്നാമത്തെ ആയത്ത്, വൈൻ അഹദു മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിറുഹു ഹത്താ യസ്മഅ കലാം അല്ലാഹ്. وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون وهذا كتاب أنزلناه مبارك لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. ഇതിൽ ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞതായി ആയത്തുകളിൽ അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നറിയിക്കുന്ന ആയത്തുകളാണ് തുടക്കത്തിൽ. പിന്നീട് അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അത് അള്ളാഹുവിൽ നിന്ന് മുനസ്സലാണ്, അവതീർണമാണ് എന്നറിയിക്കുന്ന തെളിവുകളാണ് ഒടുക്കത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉണർത്തിയത്. ഒന്നാമത്തെ ആയത്ത് സൂറത്ത് തൗബയിൽ 6-ാമത്തെ ആയത്ത്, വൈൻ അഹദു മിനൽ മുശ്രികീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് വല്ലവരും, ഇസ്തജാറക, പ്രവാചകരെ നിങ്ങളോട് അഭയം ചോദിച്ചാൽ, തേടിയാൽ, ഫഅജിറുഹു, താങ്കൾ അവർക്ക് അഭയം നൽകുക, ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം അവർ കേൾക്കുന്നത് വരേക്കും, അല്ലെങ്കിൽ കേൾക്കുന്നതിന് വേണ്ടി. ഇവിടെ നമുക്കുള്ള ഷാഹിദ് കലാമുള്ള അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശം വിശുദ്ധ ഖുർആനാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശുദ്ധ ഖുർആനിലുള്ള അവരുടെ അഖീദ, ആദർശം, ഇന്നൽ ഖുർആന കലാമുല്ലാഹ്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. മുനസ്സലുൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഗൈറു മഖ്ലൂഖ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിയല്ല. മിൻഹു ബദഅ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് തുടങ്ങിയത്. വ ഇലൈഹി യഊദ്, അത് അള്ളാഹുവിലേക്ക് മടങ്ങും, അവനിലേക്ക് മാത്രം മടങ്ങും. അപ്പൊ ഖുർആൻ കലാമുള്ള, അള്ളാഹുവിന്റെ കലാമാണ്. അതാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാമിനെ മുശ്രിക്ക് കേൾക്കുന്നതിന് വേണ്ടി മുശ്രിക്കിന് അഭയം നൽകുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ നമ്മൾ പറഞ്ഞ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. മുനസ്സൽ, ഖുർആൻ അവതരിക്കപ്പെട്ടതാണ്. ഗൈറു മഖ്ലൂഖ്, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള തൻസീലാണ്, അവതീർണതയാണ് എന്ന് അറിയിക്കുന്ന ആയത്തുകൾ കുറെ പറഞ്ഞിട്ടുണ്ട്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ. അള്ളാഹുവിൽ നിന്ന് തൻസീലാണ് ഏത്? വിശുദ്ധ ഖുർആൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും മുഅ്തസിലിയ കക്ഷികളും വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പ്രധാനപ്പെട്ട മസലയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖ്, സൃഷ്ടിയാണോ അതല്ല വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സിഫത്താണ്, അത് സൃഷ്ടിയല്ല എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞു വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാം, സിഫത്താണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖല്ല, സൃഷ്ടിയല്ല. മുഅ്തസിലിയാക്കൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അത് ഏറ്റവും വലിയ അപകടകരമായ ഒരു വാദാണ്, കുഫറിന്റെ വാദാണ്. എന്തുകൊണ്ട്? ഇപ്പൊ ഞാൻ എന്റെ സംസാരത്തെ കുറിച്ച് പറയുമ്പോ കലാമു അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ ജബ്ബാറിന്റെ സംസാരം എന്ന് പറയുമ്പോൾ അത് എന്നിലുള്ള ഒരു ആശയാണ്, ഒരു വസ്തുവല്ല. അള്ളാഹുവിന്റെ കലാം എന്ന് പറയുമ്പോ അള്ളാഹുവിലുള്ള ഒരു ഐൻ, ഒരു വസ്തുവല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു വിശേഷണമാണ്, സിഫത്താണ്. അള്ളാഹുവിലുള്ള ഒരു വിശേഷണമാണ് അത് എങ്കിൽ അള്ളാഹുവിന്റെ ഫസമുള്ള, അള്ളാഹുവിന്റെ കേൾവി, ബസറുള്ള, അള്ളാഹുവിന്റെ കാഴ്ച, ഇതൊക്കെ അള്ളാഹുവിന്റെ സിഫത്താണ്. ആരും പറയില്ല അതൊന്നും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന്. അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ കലാം, അത് അള്ളാഹുവിന്റെ സിഫത്താണ് എങ്കിൽ അത് സൃഷ്ടിയാകാൻ പാടില്ല. പ്രത്യേക അത് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ തുടക്കം. മിൻഹു ബദ, അള്ളാഹുവിൽ നിന്ന് തുടങ്ങുന്നു. വഇലൈഹി യഊദ്, അത് അള്ളാഹുവിലേക്ക് മടങ്ങും. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്നുള്ളത് അറിയിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ഒരു വചനം, ആയത്ത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഏതാണ്? സൂറത്ത് ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അതായത് ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ ഇസ്തവ അലൽ അർശ് യുഗ്ശിൽ ലൈല അൻ-നഹാറ യത്ലുബുഹു ഹസീസ വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരിഹി അലാ ലഹുൽ ഖൽഖ്. അല്ലാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അലാ ലഹുൽ ഖൽഖ്, അറിയുക അവനുള്ളതാകുന്നു സൃഷ്ടിപ്പ്. വൽ അംർ, അൽ അംറും അവനുള്ളതാകുന്നു. അള്ളാഹുവിനുള്ളതാണ് ഖൽഖും, അള്ളാഹുനുള്ളതാകുന്നു അംറും. ഇവിടെ ഖൽഖിനെയും അംറിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഫ് ചെയ്ത് പറഞ്ഞു, വാവ് കൊണ്ട് അത്ഫ് ചെയ്ത് പറഞ്ഞു. അത്ഫ് അറിയിക്കുന്നത് ഭാഷാ പണ്ഡിതന്മാർ പറയും മുഗായറത്തിനെയാണ്. അതായത് അത്ഫ് കൊണ്ട് രണ്ട് സംഗതിയെ വേർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ രണ്ട് സംഗതിയും വേറെ വേറെ സംഗതിയാണ്. അപ്പൊ ഖൽഖ് വേറെ, അംറ് വേറെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാവ് എന്ന അവ്യയം കൊണ്ട് ഇവ രണ്ടിനെയും വേർപ്പെടുത്തിയത്.
വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽഖ് എന്നല്ല പറഞ്ഞത്, അംറ് എന്നാണ് പറഞ്ഞത്. എവിടെ? സൂറത്തു ശൂറയിലെ 52-ാമത്തെ ആയത്തിൽ വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, വകദാലിക അപ്രകാരം ഔഹൈനാ ഇലൈക പ്രവാചകരെ താങ്കൾക്ക് നാം വഹി നൽകിയിരിക്കുന്നു, റൂഹൻ മിൻ അംരിനാ നമ്മുടെ അമ്രിൽ നിന്നുള്ള റൂഹിനെ എന്നാണ് വിശുദ്ധ ഖുർആന്. അവിടെ വിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അമ്ർ എന്നാണ്, നമ്മുടെ അമ്ര് എന്നാണ്, നമ്മുടെ കൽപ്പനയിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ അമ്രിൽ നിന്നുള്ള റൂഹിനെ നാം ബോധനം നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞത് അമ്ർ എന്നാണ്. ലഹുൽ ഖൽഖ് അല്ലാഹുവിനാകുന്നു ഖൽഖ്, വൽ അമ്ർ അമ്രും. അപ്പൊ ഖൽഖ് അല്ലാത്ത ഒന്നാണ് അമ്ർ എന്ന് മനസ്സിലായി. ഈ വാവ് കൊണ്ട് അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഫ് ചെയ്തപ്പോൾ അത് മുഗായറത്തിനെ തേടുന്നു. പണ്ഡിതന്മാർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖല്ല, സൃഷ്ടിയല്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിലുള്ള ഒരു വിശേഷണമാണ്. അള്ളാഹു സൃഷ്ടിയല്ല എന്നതുപോലെ അള്ളാഹുവിന്റെ സിഫാത്തുകളും സൃഷ്ടിയല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറയുന്ന വാദം അപകടകരമായ വാദമാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പൂർവകാലം മുതൽ ഈ അഖീദ സ്ഥാപിക്കുന്ന വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. അബ്ബാസികളുടെ ഖിലാഫത്തിൽ, വിശിഷ്യ ഖലീഫ മഅ്മൂന്റെ കാലഘട്ടത്തിൽ മുഅ്തസിലിയ കക്ഷികൾക്ക് അധികാരത്തിൽ സ്ഥാനവും അവർക്ക് മേൽക്കോയ്മയും ഉണ്ടായിരുന്ന നാളിൽ അവർ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ആ അഖീദ ഭരണ ചെങ്കോൽ ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള, മുഹമ്മദ് ബിൻ നൂഹിനെ പോലുള്ളതായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടുകയുണ്ടായി, ജയിലിലടക്കപ്പെടുകയുണ്ടായി, നിഷ്ഠൂരമായി അടിക്കപ്പെടുകയുണ്ടായി. പക്ഷേ ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അഥവാ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സിഫത്താണ്, അത് അള്ളാഹുവിൽ നിന്ന് അവതീർണമാണ്, അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന അഖീദ സ്ഥാപിക്കുന്ന മാർഗങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും ആ അഖീദ മുറുകെ പിടിച്ച് അവർ അവരുടെ ആദർശത്തെ ലോകത്ത്, ഇസ്ലാമിക ആദർശത്തെ ലോകത്ത് പ്രകടിപ്പിക്കുകയും വ്യക്തമാക്കുകയുമാണ് ഉണ്ടായത്. മുഅ്തസിലിയ കക്ഷിക്കാർ അവർ പറഞ്ഞത് അള്ളാഹുവിന്റെ ഖൽഖ് സൃഷ്ടിയാണ് ഖുർആൻ. അതിനവര് പറഞ്ഞത് എന്താ? അള്ളാഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹു. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഖുർആൻ ഒരു വസ്തുവാണ്. എന്നവര് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുമ്പോ ഖുർആൻ എഴുതിയ പേപ്പറിനെ കുറിച്ചോ ഖുർആൻ എഴുതിയ മഷിയെ കുറിച്ചോ അല്ലെങ്കിൽ ഖുർആൻ എഴുതിയ ചട്ടയെ കുറിച്ചോ അല്ല നമ്മൾ പറയുന്നത്. പിന്നെയോ പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹു അവതരിപ്പിച്ചതായ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, അത് അള്ളാഹുവിലുള്ള ഒരു വിശേഷണമാണ്. അള്ളാഹുവിന്റെ കലാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സംസാരം, അത് അള്ളാഹുവിൽ നിന്ന് വേറിട്ടൊരു വസ്തുവല്ല, പിന്നെ അള്ളാഹുവിലുള്ള ഒരു മാനയാണ്, അള്ളാഹുവിലുള്ള ഒരു സിഫത്താണ്, ഒരു വിശേഷണമാണ്. അള്ളാഹുവിൽ നിന്ന് വേറിട്ടൊരു ആയിനാകുമ്പോഴാണ്, ഒരു വസ്തു ആകുമ്പോഴാണ് അത് ഖൽഖ് സൃഷ്ടിയാകുക. ഇത് അള്ളാഹുവിലുള്ള ഒരു സിഫത്താണ്, അതുകൊണ്ട് തന്നെ അത് സൃഷ്ടിയാണ് എന്നുള്ളതിനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, മുഅ്തസിലികൾ ആ വാദം അവതരിച്ചപ്പോൾ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അള്ളാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു, കുല്ല ഷൈ എന്ന് കാണുമ്പോഴത്തേക്ക് എല്ലാം അതിൽ ഉൾപ്പെടും, അതിൽ ഖുർആനും ഉൾപ്പെടും എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പ്രയോഗത്തിൽ നിന്ന് ഖുർആനും ഉൾപ്പെടും എന്നുള്ളത് പണ്ഡിതന്മാര്, മുഅ്തസിലിയാക്കൾ അതിൽ നിരൂപിച്ചിട്ടുണ്ട്. എങ്ങനെ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ
സബയിലെ രാജ്ഞി ബൽഖീസിന്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഹുദ്ഹുദ് പക്ഷി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സബയിലെ രാജ്ഞിയെ കുറിച്ച് വിവരം കൊടുത്തപ്പോൾ വഊതിയത് മിൻ കുല്ലി ഷൈ, എല്ലാം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുല്ലു ഷൈ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ കുല്ലു ഷൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ നൽകി എന്നതിന്റെ അർത്ഥം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുൽക്ക്, രാജഭരണവും ആധിപത്യവും ആരുടെ കയ്യില? അത് ബൽഖൈസിന്റെ കയ്യിലല്ല, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യില. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? കുല്ലു ഷൈ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു പ്രയോഗത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ സിഫത്തായ ഖുർആനും ഈ കുല്ലു ഷൈയില് അള്ളാഹു ഖാലിഖു കുല്ലു ഷൈ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫത്തായ കലാം എന്നുള്ള സിഫത്ത്, അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിശേഷണങ്ങൾ സൃഷ്ടിയല്ല, അതിനാൽ വിശുദ്ധ ഖുർആൻ സൃഷ്ടിയല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് കലാമുല്ലാഹ് അൽ മുനസ്സൽ, അത് മഖ്ലൂഖല്ല, ഗൈറു മഖ്ലൂഖാണ്. അത് മുനസ്സലാണ്, അവതരിക്കപ്പെട്ടതാണ്. മിൻഹു ബദ, അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ തുടക്കം. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ താരീഫിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മിൻഹു ബദ, അള്ളാഹുവിൽ നിന്ന് തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പൊ വിശുദ്ധ ഖുർആൻ അതിന്റെ തുടക്കം എവിടുന്ന? അതിന്റെ ഇൻഷാ അള്ളാഹുവിൽ നിന്നാണ്. കാരണം അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അവനിൽ നിന്നാണ് തുടങ്ങുന്നത്. തുടക്കം അള്ളാഹുവിൽ നിന്ന്. എന്നാൽ അള്ളാഹു ഓതിക്കൊടുത്തു, അള്ളാഹു സംസാരിച്ചു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് കേട്ടു, ജിബ്രീൽ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു. അപ്പൊ അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ ഇൻഷാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ മുബല്ലിഗാണ്, എത്തിക്കുന്നവനാണ്. ജിബ്രീലിൽ നിന്നാണ് അതിന്റെ ഇബ്ലാഗ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിൽ നിന്ന് കേട്ടു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചു ആളുകൾക്ക്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് അതിന്റെ ഇബ്ലാഗും അതിന്റെ ഇസ്മാ, കേൾപ്പിക്കലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിച്ചു തന്നു, അത് ഓതി കേൾപ്പിക്കുകയും ഉണ്ടായി. അപ്പൊ അള്ളാഹുവിൽ നിന്നാകുന്നു ഖുർആനിന്റെ തുടക്കം. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അതിനെ ഇളാഫത്ത് ചെയ്തത്. കലാമുള്ള, അള്ളാഹുവിന്റെ കലാം, കാരണം അവനിൽ നിന്ന് തുടങ്ങുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ റസൂലിന്റെ ഖൗലാകുന്നു ഇത്. ആ ഇളാഫത്ത് എന്തുകൊണ്ടാ? റസൂല് ബശരി ഉണ്ട്, റസൂല് മലക്കിയുണ്ട്. മലക്കിയായ റസൂലാണ് ജിബ്രീൽ, ബശരിയായ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബശരിയായ റസൂലിലേക്കും ഖുർആനെ ചേർത്തിട്ടുണ്ട്, മലക്കിയായ റസൂലിലേക്കും ഖുർആനെ ചേർത്തിട്ടുണ്ട്. പക്ഷേ ആ ഇളാഫത്ത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൽ നിന്ന് ഉള്ള ഖുർആൻ കലാം അതിനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു. അപ്പൊ ജിബ്രീൽ എത്തിച്ചവനാണ് എന്ന അർത്ഥത്തിലാണ് റസൂൽ ജിബ്രീലിലേക്ക് ഖുർആനെ ചേർത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിൽ നിന്ന് കേട്ടു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിലേക്ക് അത് എത്തിച്ചു, ജനങ്ങളെ അത് കേൾപ്പിച്ചു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഖുർആനെ ഇദാഫത്ത് ചെയ്തത്. അല്ലാതെ നബിയിൽ നിന്നും ജിബ്രീലിൽ നിന്നും ഖുർആൻ തുടങ്ങി എന്ന അർത്ഥത്തിലല്ല. ഖുർആന്റെ തുടക്കം, അതിന്റെ ഇൻഷാ, അത് അള്ളാഹുവിൽ നിന്നാകുന്നു. അള്ളാഹു ആകുന്നു അതിന്റെ മുൻഷി, അള്ളാഹുവിൽ നിന്നാകുന്നു അതിന്റെ ഇൻഷാ, തുടക്കം. ഇതാണ് മിൻഹു ബദ, അവനിൽ നിന്ന് തുടങ്ങി, അള്ളാഹുവിൽ നിന്ന് തുടങ്ങി. ജിബ്രീലിൽ നിന്ന് തുടങ്ങിയിട്ടില്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടില്ല, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് തുടങ്ങിയിട്ടില്ല. തുടങ്ങിയത് അള്ളാഹുവിൽ നിന്നാകുന്നു. വ ഇലൈഹി യഊദു, അവനിലേക്ക് മാത്രമായി അത് മടങ്ങും. ഇത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയാണ് ഖുർആനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിലേക്ക്, അവനിലേക്ക് മാത്രം മടങ്ങും എന്ന് പറഞ്ഞാൽ അതെന്താ ഉദ്ദേശമാകുന്നത്? അത് അന്ത്യനാളിനോടനുബന്ധിച്ചുള്ള അന്ത്യനാളിന്റെ അലാമത്തുകളിൽപ്പെട്ടതാണ് ഖുർആൻ ഇവിടെ നിന്ന് ഉയർത്തപ്പെടും എന്നുള്ളത്. ഖുർആൻ പാരായണം ചെയ്യുവാനും ഖുർആൻ പഠിക്കുവാനും ഖുർആൻ പ്രാവർത്തികമാക്കുവാനും ഒരാൾക്കൂട്ടമില്ലാത്ത ഒരവസ്ഥ ഈ ദുനിയാവിൽ വരാനിരിക്കുന്നു. അന്ത്യനാൾ അടുത്താൽ
അള്ളാ എന്ന് പോലും പറയുന്ന ആരും ഉണ്ടാവില്ല. അതാണ്. അപ്പൊ ഖുർആൻ ഇവിടെ നിൽക്കുന്നതിന് എന്താ പ്രസക്തി? ഖുർആൻ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നതിന് എന്താ പ്രസക്തി? അന്നാള് വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ തന്നിലേക്ക് മടക്കും, തന്നിലേക്ക് ഉയർത്തും. പിന്നെ ഇവിടെ ഖുർആൻ ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങും. മനസ്സിലായില്ലേ? ഇതാണ് പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തുന്നത്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഖുർആനെ കുറിച്ചുള്ള ഈ അഖീദയെ ഉണർത്തുന്ന ആയത്തുകളാണ് കൊടുക്കുന്നത്. അല്ല, ഒന്നാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞത്, വഇൻ അഹദു മിനൽ മുശ്രികീൻ ഇസ്തജാറക ഫഅജിറുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടിയിട്ട് ബഹുദൈവ വിശ്വാസികൾക്ക് അഭയം നൽകുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഖുർആനെ കുറിച്ച് കലാം അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു. പിന്നീട് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എടുത്തു കൊടുക്കുന്ന ആയത്ത്, വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ് ثم يحرفونه من بعد ما عقلوه وهم يعلمون. യഹൂദന്മാരുടെ വിഷയത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ 75-ാമത്തെ ആയത്ത്. വഖദ് കാന ഫരീഖും മിൻഹും, അവരിൽ നിന്നൊരു വിഭാഗം ആളുകൾ ആയിരുന്നു. അവരിൽ നിന്നൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാ? ജൂതന്മാർ. അവരെ കുറിച്ച് പറയാണ്, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും. ജൂതന്മാർ നിങ്ങൾക്ക് വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ജൂതന്മാർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അള്ളാഹു ചോദിക്കുകയാണ്. കാരണം എന്താ അവരുടെ അവസ്ഥ? വഖദ് കാന ഫരീഖും മിൻഹും, ജൂതന്മാരിൽ നിന്നൊരു വിഭാഗമായിരുന്നു, യസ്മഊന കലാം അള്ളാഹുവിന്റെ കലാം അവർ കേൾക്കും. സുമ്മ യുഹർരിഫൂനഹു, എന്നിട്ട് ആ കലാമിനെ അവർ കൂട്ടിമാട്ടും. മിൻ ബഅദി മാ അഖലൂ, അവർ അത് ഗ്രഹിച്ചതിന് ശേഷം. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ടായിരുന്നു അവർ ഈ തഹരീഫ് അള്ളാഹുവിന്റെ വചനങ്ങളിൽ നടത്തിയിരുന്നത്, മാറ്റിമറിക്കൽ അവർ നടത്തിയിരുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു. യസ്മഊന കലാം അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു. ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത് എന്നും, അതല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് സ്വീകരിച്ച തൗറാത്തിന്റെ വിഷയത്തിലാണ് അത് പറഞ്ഞത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടായാലും അള്ളാഹുവിന്റെ കലാമാണ്. യസ്മഊന കലാം, അള്ളാഹുവിന്റെ കലാമിനെ അവർ കേൾക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു, ഫഅജിറുഹു ഹത്താ യസ്മഅ കലാം, അള്ളാഹുവിന്റെ കലാം കേൾക്കുന്നതിന് വേണ്ടി. അപ്പൊ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. എങ്ങനെയുള്ള കലാമാണ്? കേൾക്കപ്പെടുന്ന കലാമാണ്. അപ്പൊ കേൾക്കപ്പെടുന്ന രീതിയിൽ അതിനെന്തുണ്ട്? ശബ്ദമുണ്ട്, അതിന് അക്ഷരങ്ങളുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ കലാമാണ് ഇത് വിശുദ്ധ ഖുർആൻ. ഇവിടെ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു, അവർ അള്ളാഹുവിന്റെ കലാം കേൾക്കുമായിരുന്നു. എന്നിട്ട് ആ കലാമിനെ അവരെന്ത് ചെയ്യും? മാറ്റിമറിക്കും, കൂട്ടിമാറ്റും. അവരെ ഗ്രഹിച്ചതിന് ശേഷം. അത് അവരുടെ ഹീനപ്രവൃത്തികളിൽ, കുറെ ഹീനപ്രവൃത്തികളുണ്ട് ജൂതന്മാർക്ക്. അതിലൊരു ഹീനപ്രവൃത്തിയായിരുന്നു അള്ളാഹുവിന്റെ വചനങ്ങളെ കൂട്ടിമാട്ടുക എന്നുള്ളത്, മാറ്റിമറിക്കുക എന്നുള്ളത്, മാറ്റി തിരുത്തുക എന്നുള്ളത്. മനസ്സിലായേ? ഇവിടെ ഖുർആനെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആയത്ത് വ്യക്തമായ അള്ളാഹുവിന്റെ ഖുർആനെ കുറിച്ച് അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞു. അള്ളാഹിന്റെ കലാം എന്താണ്? അള്ളാഹിന്റെ കലാം എന്നാണ് അള്ളാഹുവിന്റെ സംസാരം. അത് അള്ളാഹുവിന്റെ കേൾവി പോലെ, അള്ളാഹുവിന്റെ കാഴ്ച പോലെ, അള്ളാഹുവിലുള്ള ഒരു സിഫത്താണ്, വിശേഷണ. അതുകൊണ്ട് തന്നെ അള്ളാഹു സൃഷ്ടിയല്ല, അള്ളാഹിന്റെ വിശേഷണങ്ങളും സൃഷ്ടിയല്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയല്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. തുടർന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഉണർത്തുന്ന ആയത്ത് സൂറത്തുൽ ഫത്ഹിലെ 15-ാമത്തെ ആയത്ത്, യുരീദൂന അൻ യുബദ്ദിലു കലാമല്ലാഹ് ഖുൽ ലൻ തത്തബിഊന കദാലികും ഖാല അല്ലാഹു മിൻ ഖബൽ. യുരീദൂൻ, അവർ ഉദ്ദേശിക്കുന്നു, അൻ യുബദ്ദിലു കലാമല്ലാഹ്, അല്ലാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കുവാൻ. ഖുൽ ലൻ തത്തബിഊന, പറഞ്ഞേക്കുക നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയില്ല. കദാലികും ഖാല അല്ലാഹു മിൻ ഖബൽ, ഇപ്രകാരം അള്ളാഹു മുമ്പും പറഞ്ഞിരിക്കുന്നു. ഇത് ആറാബികളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്ത. യുരീദൂന, അവർ ഉദ്ദേശിക്കുന്ന, ആരാ ഈ ഉദ്ദേശിക്കുന്നത്? ആറാബികളാണ്.
സൂറത്തുൽ ഫതഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സയഖൂലുൽ മുഖല്ലഫൂൻ ഇദൻ തലക്തും ഇലാ മഗാനിമ ലിതഖുദൂഹാ ദറൂന നത്തബിഉകും. അതായത് യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പുറപ്പെടാതെ ആറാബികൾ അവരുടെ വീട്ടുമൂലകളിൽ ഭീരുക്കളായിരുന്നു. അവര് മുസ്ലിമീങ്ങളോട് പറയാണ് സയഖൂലുൽ മുഖല്ലഫൂൻ ഇദൻ തലക്തും ഇലാ മഗാനിം, യുദ്ധസത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ, യുദ്ധസ്വത്തുകളിലേക്ക് നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ ലിതഖുദൂഹ, മുസ്ലിമീങ്ങളോട് പറയാണ് നിങ്ങൾ യുദ്ധസ്വത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണെങ്കിൽ ദറൂന നത്തബിഉകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരും, നിങ്ങൾ ഞങ്ങളെ അതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളില്ല, എന്നാൽ യുദ്ധസ്വത്ത് ശേഖരിക്കാനാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾ സമ്മതിക്കണം. മനസ്സിലായില്ലേ? ഇതാണ് ആര് പറഞ്ഞത്? അറബികൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന യുരീദൂൻ, അവർ ഉദ്ദേശിക്കുന്ന യുബദ്ദിലു കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കുവാൻ. മനസ്സിലായില്ല? അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കലാമിൽ വിശുദ്ധ ഖുർആനിലുള്ളത് എന്താ? വിശുദ്ധ ഖുർആനിലുള്ളത് യുദ്ധസത്തായിരിക്കാം, യുദ്ധസത്ത് യോദ്ധാക്കൾക്കാണ്, യുദ്ധസത്ത് യോദ്ധാക്കൾക്കാണ്. അതാണ് അള്ളാഹുവിന്റെ കലാമിലുള്ളത്, അള്ളാഹിന്റെ ഖുർആനിലുള്ളത്. യുദ്ധം ചെയ്യാത്തവർക്ക് അള്ളാഹു യുദ്ധസത്ത് നിശ്ചയിച്ചിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് ഉണർത്തുന്നത്. യുദ്ധം ചെയ്തവർക്ക് എന്തുള്ളൂ? യുദ്ധസ്വത്തുള്ളൂ. യുദ്ധം ചെയ്യാത്തവർക്ക് അതില്ല. അത് അള്ളാഹുവിന്റെ ഖുർആനിലുള്ള അള്ളാഹുവിന്റെ നിയമമാണ്. യുരീദൂൻ, ഈ ആറാബികൾ ഉദ്ദേശിക്കുന്ന യുബദ്ദിലു കലാം അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം അതിനെ തിരുത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് എന്താണ്? ഖുർആനെ എന്നുള്ളതിന് പകരം കലാമുള്ള അള്ളാഹുവിന്റെ കലാമിനെ എന്നാണ്. മനസ്സിലായി? അപ്പൊ ഖുർആൻ എന്ന് പറയാതെ അള്ളാഹു തന്റെ കലാം എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അഥവാ അള്ളാഹുവിലുള്ള വിശേഷണമാണ്. അള്ളാഹു സൃഷ്ടിയല്ല എന്നതുപോലെ അള്ളാഹുവിന്റെ വിശേഷണമായ ഖുർആനും അത് സൃഷ്ടിയല്ല. ഇത് വിശദീകരിക്കാനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഭാഗം ഇവിടെ ഉണർത്തിയത്. അള്ളാഹു തന്റെ ഖുർആനെ കുറിച്ച് തന്റെ കലാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത ആയത്ത് വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക് ലാ മുബദ്ദില ലികലിമാതി. വത്ലു മാ ഊഹിയ ഇലൈക, നിങ്ങൾക്ക് വഹ്യ് നൽകപ്പെട്ടത് നിങ്ങൾ പാരായണം ചെയ്യുക. എന്താ വഹ്യ് നൽകപ്പെട്ടത്? മിൻ കിതാബി റബ്ബിക്, നിങ്ങളുടെ റബ്ബിന്റെ കിതാബാണ്, അഥവാ വിശുദ്ധ ഖുർആനാണ്. ലാ മുബദ്ദില ലികലിമാതിഹി, അള്ളാഹുവിന്റെ വചനങ്ങളെ മാറ്റിമറിക്കുന്നവർ ഇല്ല, അതിന് പകരം വെക്കുന്നവർ ഇല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ മാ ഊഹിയ ഇലൈക, നിങ്ങളിലേക്ക് വഹ്യ് നൽകപ്പെട്ടത് എന്താണ്? ഖുർആനാണ്. വഹ്യ് എന്താ? അള്ളാഹു വഹ്യ് നൽകിയത് എന്താ? അള്ളാഹുവിന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹിന്റെ സംസാരമാണ്. അപ്പോ ഖുർആനെ കുറിച്ച് പറഞ്ഞു മാ ഊഹിയ ഇലൈക, നിങ്ങൾക്ക് വഹ്യ് നൽകപ്പെട്ടത്. അള്ളാഹു വഹ്യ് നൽകൽ എങ്ങനെ? അള്ളാഹു വഹ്യ് നൽകൽ അള്ളാഹു സംസാരിച്ചിട്ടാണ്. അപ്പൊ വഹ്യ് ഖൗലാണ്, സംസാരാണ്. ആ വഹ്യ് നൽകപ്പെട്ടത് എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്, ഖൗലാണ്, സംസാരാണ്. അതുകൊണ്ട് തന്നെ വഹ്യ് നൽകപ്പെട്ട ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ അള്ളാഹുവിന്റെ സംസാരം സൃഷ്ടിയല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സംസാരിച്ച് വഹ്യ് നൽകിയതായ വിശുദ്ധ ഖുർആൻ അത് ഗൈർ മഖ്ലൂഖ്, സൃഷ്ടിയല്ല, പിന്നെയോ അള്ളാഹുവിന്റെ കലാമാണ്. ഇതാണ് പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ആശയത്തിൽ നിന്ന് മെനഞ്ഞെടുക്കുന്നതായ അഖീദ, അഥവാ ഈ ആശയം, ഈ വചനം അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളത് അറിയിക്കുന്നു. ഇപ്രകാരം അടുത്ത ആയത്ത് ഇന്ന ഹാദൽ ഖുർആൻ യഖുസ്സു അലാ ബനി ഇസ്രായീൽ അക്സറ ലദീ ഹും ഫീ യഖ്തലിഫൂൻ. ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ അഥവാ വിശുദ്ധ ഖുർആൻ, യഖുസ്സു അത് വിവരിക്കുന്നു, അലാ ബനി ഇസ്രായീൽ
ബനു ഇസ്രായേലിയർക്ക് അക്സർ അല്ലദീ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യങ്ങൾ അധികവും. അപ്പൊ ബനു ഇസ്രായേലിയർ, ഇസ്രായേൽ സന്തതികൾ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യങ്ങളെ ഈ വിശുദ്ധ ഖുർആൻ അവർക്ക് വിവരിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഖുർആൻ പറയുന്നു എന്നാണ്, ഖുർആൻ വിവരിക്കുന്നു എന്നാണ്. കഥ പറയാ ചെയ്യാ. ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ വിവരിക്കുന്നു. ഖുർആൻ എന്താ? ഖുർആൻ അള്ളാന്റെ കലാമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാം അതാണ് ഈ കഥകളെ എന്ത് ചെയ്യുന്നത്? വിവരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാമാണ് ഈ കഥകൾ പറയുന്നത്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, അള്ളാഹു പറഞ്ഞില്ലേ, നഹ്നു നാം, നഖുസ്സു അലൈക നിങ്ങൾക്ക് വിവരിക്കുന്നു, അഹ്സനൽ ഖസസ് ഏറ്റവും നല്ല കഥകൾ. എങ്ങനെ? ബിമാ ഊഹൈന ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾക്ക് വഹ്യ് നൽകിയതിലൂടെ. അപ്പൊ ഈ ഖുർആൻ നിങ്ങൾക്ക് വഹ്യ് നൽകിയതിലൂടെ നാം നല്ല കഥകളാണ് പറയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ ഈ ഖുർആൻ കഥകളെ വിവരിക്കുന്നു, ഏറ്റവും നല്ല കഥകളെ. ഈ ഖുർആൻ എന്താണ്? ഈ ഖുർആൻ അള്ളാന്റെ കലാമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ് എന്ത് ചെയ്യുന്നത്? ഇത് വിശദീകരിക്കുന്നത്. അള്ളയാണ് എന്ത് ചെയ്യുന്നത്? കഥ പറയുന്നത്. ഏതിലൂടെ? ഈ ഖുർആനിലൂടെ. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാന്റെ സംസാരമാണ്. മനസ്സിലായി? അള്ളാന്റെ സംസാരമാണ് ഈ കഥകൾ. അത് എവിടെയുള്ളത്? ഖുർആനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എങ്കിൽ അത് അള്ളാഹുവിന്റെ വിശേഷണാണ്, സിഫത്താണ്. അള്ളാന്റെ കലാം അള്ളാന്റെ സിഫത്താണ്. അത് അള്ളാഹുവിലുള്ള ഒരു സിഫത്താണ്. അള്ളാഹു സൃഷ്ടിയല്ല, അതുകൊണ്ട് തന്നെ അവനിലുള്ള സിഫത്തും വിശേഷണവും എന്തല്ല? സൃഷ്ടിയല്ല. ഏതുപോലെ അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ അറിവ്, ശരി, അള്ളാഹുവിന്റെ ഹയാത്ത്, ഇതൊക്കെ അള്ളാഹുവിലുള്ള സിഫത്താണ്, വിശേഷണങ്ങളാണ്. അതൊന്നും സൃഷ്ടിയല്ല. എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമും സൃഷ്ടിയല്ല. അപ്പൊ ഞാൻ, എന്റെ സംസാരം എന്നിൽ നിന്ന് വേറിട്ടൊരു സംഗതിയല്ല. ഇപ്പൊ കലാമു അഹമ്മദ്, അഹമ്മദിന്റെ സംസാരം എന്നാണ്. കലാമു മുഹമ്മദ്, മുഹമ്മദിന്റെ സംസാരം എന്നാണ്. മുഹമ്മദിൽ നിന്ന് വേറിട്ടൊരു സംഗതിയല്ല, മുഹമ്മദിലുള്ള ഒരു ആശയാണത്. മുഹമ്മദിന്റെ ഒരു വിശേഷണാണത്. അഹമ്മദിന്റെ ഒരു വിശേഷണാണ്. ഖാലിദിന്റെ വിശേഷണാണ് കലാമു ഖാലിദ്. മനസ്സിലായില്ലേ? അതേപോലെ ഖാലിദ് സൃഷ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഖാലിദിലുള്ള ആശയം സൃഷ്ടിയാണ്. എന്നാൽ അള്ളാഹു കലാമുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഉള്ള ആശയാണ് എന്ത്? അള്ളാന്റെ കലാമ്. അള്ളാഹു സൃഷ്ടിയല്ല, അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള ഒരു ആശയവും എന്തല്ല? സൃഷ്ടിയല്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്നത്. അള്ളാഹുവിന്റെ കിതാബ് എന്തല്ല? മഖ്ലൂഖ് അല്ല. പിന്നെയോ അള്ളാഹുവിന്റെ കിതാബ് അത് മുനസ്സലാണ്, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അതാണ് വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ പറയുന്നത്. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടർത്തി പറയുന്നത്. ഖുർആൻ എന്തല്ല? മഖ്ലൂഖ്, സൃഷ്ടിയല്ല. പ്രത്യുത അത് മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്, സൃഷ്ടിയല്ലാതെ അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആൻ, നമ്മളാണ് ഈ ഖുർആനെ ഇറക്കിയത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം അതിലാകുന്നു ഖുർആൻ ഇറക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്ത് കാണാൻ സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവിടെ ചില വചനങ്ങൾ ആ വിഷയത്തിൽ കൊടുക്കണം. വഹാദാ കിതാബുൻ, ഈ കിതാബ് അഥവാ വിശുദ്ധ ഖുർആൻ, അൻസൽനാഹു, നാം അതിനെ ഇറക്കിയിരിക്കുന്നു, മുബാറകുൻ, വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയതായി ഈ ഗ്രന്ഥം അത് മുബാറക്കാകുന്നു, ബർക്കത്തുള്ള അനുഗ്രഹീതമായ കിതാബാകുന്നു. അതേപോലെ തന്നെ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്മേൽ, ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള പേടി കാരണത്താൽ അത് ഭയചകിതമായി പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനെ ഇറക്കിയിരുന്നുവെങ്കിൽ, എവിടെ? പർവ്വതത്തിന്മേൽ ഇറക്കിയില്ല. പിന്നെ അതിനെ അല്ലാഹു ഇറക്കിയത് എവിടെ? ഇറക്കിയത് ആളുകളുടെ ഹൃദയങ്ങളിലാണ്, മനുഷ്യന്മാരുടെ കൽബുകളിലാണ്. പക്ഷേ മനുഷ്യന്മാരുടെ കൽബുകളെല്ലാം ഒരുപോലല്ല. പർവ്വതങ്ങളെക്കാൾ കടുത്ത ഹൃദയങ്ങളുണ്ട്, പാറകളെക്കാൾ കടുത്ത ഹൃദയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൃദയങ്ങളിലൊക്കെ ഈ ഖുർആൻ ഇറങ്ങിയിട്ടും
അങ്ങനത്തെ ഹൃദയങ്ങൾക്കൊന്നും പടച്ചവനെ കുറിച്ചുള്ള ഒരു പേടിയോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയപ്പാടോ അല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. സുമ്മ ഖസത് ഖുലൂബുകും, പിന്നീട് നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, മിൻ ബഅദി ദാലിക, അതിനുശേഷം ഫഹിയ കൽ ഹിജാറ, ആ ഹൃദയങ്ങൾ കല്ലിനെ പോലെയായി, ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ കല്ലിനേക്കാൾ കടുത്തതായി പോയി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മനസ്സിലായി? എന്താ ഈ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങ ഹൃദയങ്ങളിൽ ഇറക്കണതിന് പകരം ഒരു പർവ്വതത്തിന്മേലാണ് ഇറക്കിയിരുന്നത് എങ്കിൽ ആ പർവ്വതം പേടിച്ച് അരണ്ട് ഭയചകിതമായി വിണ്ടു കീറി പുലർന്നു പോകുമായിരുന്നു എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഏതായാലും ഇവിടെ ഈ ആയത്ത് നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഉണർത്തിയത് വിവരിക്കുന്നത് എന്തിന്റെ വിഷയത്തിലാണ്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള മുനസ്സലാണ്, അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥാണ്, അവതീർണമാണ്, തൻസീലാണ്. അതെന്തല്ല, അത് മഖ്ലൂഖ് സൃഷ്ടിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സൃഷ്ടിച്ചു എന്ന രീതിയിലല്ല അതിനെ വിശദീകരിക്കുന്ന, പിന്നെയോ അള്ളാഹു അതിനെ അവതരിപ്പിച്ചു എന്നാണ് ഖുർആനിൽ എല്ലായിടത്തും എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. ഈ വിഷയത്തിൽ തുടർത്തി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്ന ആയത്ത് വഇദാ ബദ്ദൽനാ ആയതൻ മകാന ആയത്തിൻ വല്ലാഹു അലം ബിമാ യുനസ്സിൽ ഖാലു ഇന്നമാ അൻത മുഫ്തരിൻ ബൽ അക്സറുഹും ലാ യഅലമൂൻ ഖുൽ നസ്സലഹു റൂഹുൽ ഖുദ്സ് മിൻ റബ്ബിക് بالحق ليثبت الذين آمنوا وهدى وبشرى للمسلمين ولقد نعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه أعجمي وهذا لسان عربي مبين. ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു വൈദാ ബദ്ദൽനാ ആയതൻ മകാന ആയ വല്ലാഹു അഅലമു ബിമാ യുനസ്സിൽ. ഒരായത്തിന് പകരം നമ്മൾ മറ്റൊരു ആയത്ത് കൊണ്ടുവരികയാണെങ്കിൽ അള്ളാഹു അവൻ നന്നായി അറിയുന്നു ബിമാ യുനസ്സിൽ, അവൻ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് വചനങ്ങൾ അവതരിപ്പിക്കുന്നത്. അള്ളാഹു താൻ അവതരിപ്പിക്കുന്ന വചനങ്ങളെ കുറിച്ച് നന്നായി അറിയുന്നവനാകുന്നു. അവിടെ ബിമാ യുനസ്സിൽ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹു അവതരിപ്പിക്കുന്ന ഖുർആനെ കുറിച്ചിട്ട് ഖാലു, അവിശ്വാസികൾ പറയും, ഇന്നമ അൻത, അല്ലെങ്കിൽ പറഞ്ഞു ഇന്നമ അൻത മുഫ്തരിൻ, നീ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ പറയാണ്, നീ വ്യാജം കെട്ടി പറയുന്നവൻ മാത്രമാണ്. ബൽ അക്സറുഹും ലാ യഅലമൂൻ, യഥാർത്ഥത്തിൽ വ്യാജ വർത്താനല്ല, അവരിൽ ഭൂരിഭാഗം ആളുകളും അറിയുന്നില്ല. ഖുൽ, പറയുക, നസ്സലഹു റൂഹുൽ ഖുദ്സ് മിർ റബ്ബിക് ബിൽ ഹഖ്, യഥാവിധം റബ്ബിൽ നിന്ന് റൂഹുൽ ഖുദ്സ് ആകുന്നു ഇതിനെ ഇറക്കിയത്. അപ്പൊ റബ്ബിൽ നിന്നാണ് റൂഹുൽ ഖുദ്സ് ഈ ഖുർആനെ ഇറക്കിയത്. അപ്പൊ ഖുർആൻ ഇറക്കപ്പെട്ടതാണ്, അവതീർണമാണ്, റബ്ബിൽ നിന്ന് കൊണ്ടുവന്നത് ആരാണ്? റൂഹുൽ ഖുദ്സ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. എന്തിനു വേണ്ടി? ലിയുസബ്ബിതല്ലദീന ആമനു, വിശ്വാസികളെ ഉറപ്പിക്കുന്നതിന് വേണ്ടി, വഹുദൻ, സന്മാർഗമാകുന്നതിന് വേണ്ടി, വബുശ്റാ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് സുവിശേഷം, സന്തോഷ വാർത്ത ആകുന്നതിന് വേണ്ടി. വലഖദ് നഅലമു അന്നഹും യഖൂലൂൻ, തീർച്ചയായും നാം അറിയുന്നു അവർ പറയുന്നത്. എന്താ അവർ പറയുന്നത്? ഇന്നമാ യുഅല്ലിമുഹു ബശർ, മുഹമ്മദ് നബിയെ ഒരു മനുഷ്യൻ വന്ന് പഠിപ്പിക്കുകയാണ്. അതായത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതല്ല, ഒരു മനുഷ്യൻ വന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് നബി ഓതുകയാണ്, പറയുകയാണ് എന്നവർ പറയുന്നു എന്നുള്ളത് നാം അറിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി കൊടുക്കാണ്. ലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമി, അവർ ഏതൊരു വ്യക്തിയിലേക്കാണോ സൂചിപ്പിച്ച് പറയുന്നത് ആ വ്യക്തി അഅജമിയാണ്, അറബിയാണ്, സ്ഫുടഭാഷിയല്ല. വഹാദാ ലിസാനുൻ അറബിയുൻ മുബീൻ, ഇതാകട്ടെ ലിസാനുൻ അറബിയുൻ മുബീൻ, സുവ്യക്തമായ കാര്യങ്ങളെ നന്നായി വിവരിക്കുന്ന അറബി ഭാഷയിലുള്ള ഖുർആനുമാകുന്നു. അപ്പൊ ഇവിടെ ബഹുദൈവ വിശ്വാസികൾ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയപ്പോൾ ആ ഖുർആൻ വേദത്തെക്കുറിച്ച് അറിവുള്ള ഏതോ ഒരു ആള്, ചിലർ പറഞ്ഞത് റോമക്കാരനായ ഒരു അടിമയായിരുന്നു, മനസ്സിലല്ലേ? അപ്പൊ അതാണ് അറബി. അല്ലെങ്കിൽ അറബി ഭാഷയെ യഥാവിധം അതിൽ സ്ഫുടതയില്ലാത്ത, ഇതിലെ സാഹിത്യം ഒന്നും അറിയാത്ത ഒരു വ്യക്തി അറാബി അല്ലെങ്കിൽ ആജമി റസൂലുള്ളാഹിക്ക് ഓതി കൊടുത്ത് റസൂലുള്ള അങ്ങനെ പറയാണ് എന്ന് അവർ പറഞ്ഞു പറ്റും, മനസ്സിലല്ലേ? അപ്പൊ മുശ്രിക്കുകൾ എന്ത് ചെയ്ത് ഒരു അറാബിയിലേക്ക്, അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു കാടനിലേക്ക് അല്ലെങ്കിൽ നാടനിലേക്ക് ചൂണ്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു അനറബിയിലേക്ക് ചൂണ്ടിക്കൊണ്ട്, അയാളാണ് മുഹമ്മദിന് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്ന്
പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ആരിലേക്കാണോ ഇവർ സൂചന നൽകിയിട്ട് പറയുന്നത് ആ ആറാബി അല്ലെങ്കിൽ ആ അനറബി സ്ഫുടഭാഷിയല്ല, ആജമിയാണ്, സ്ഫുടഭാഷിയല്ല. വഹാദാ ലിസാനുൻ, എന്നാൽ ഈ ഖുർആൻ ആകട്ടെ അത് അറബിയുൻ മുബീൻ, കാര്യങ്ങളെ വ്യക്തമാക്കുന്നതായ നല്ല അറബി ഭാഷയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഈ ആയത്തുകൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഇവിടെ റഹിമഹുല്ലാഹ് ഇവിടെ കൊണ്ടുവന്നത്, ഈ ആയത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനെ കുറിച്ച് പറയുന്നത്, ഖുർആൻ എന്താണ്? ബിമാ യുനസ്സിൽ, ഇറക്കുന്നു. നസ്സലഹു റൂഹുൽ ഖുദ്സ് മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്ന് റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ ഇറക്കിയിരിക്കുന്നു. അപ്പൊ വിശുദ്ധ ഖുർആൻ തൻസീലാണ്, അത് അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയിരിക്കുന്നു. നസ്സല ഇറക്കി, അൻസല ഇറക്കി, യുനസ്സിലു ഇറക്കുന്നു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പറഞ്ഞത്. അല്ലാഹു എവിടെ പറഞ്ഞില്ല അതിനെ സൃഷ്ടിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു, അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള അഖീദ ശരിയാം വിധം മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. മുഅ്തസിലിയ കക്ഷികളുടെ വാദം അതെല്ലാം മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. മുഅ്തസിലിയാക്കൾ പറയുന്നു വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയല്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ അള്ളാഹുവിന്റെ കലാമാകുന്നു. എന്നാൽ ആ കലാം എഴുതിയ പേപ്പർ സൃഷ്ടിയാണ്, എഴുതിയ മഷി സൃഷ്ടിയാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിയാണ്. ഖുർആൻ നമുക്ക് ഓതിത്തരുന്ന ആളുകൾ അവര് സൃഷ്ടികളാണ്. ഖുർആൻ അള്ളാഹുവിൽ നിന്ന് ഇറക്കി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിയാണ്. പക്ഷേ ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് തുടങ്ങിയത്. അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയതായ അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കപ്പെടുന്ന കലാമാണ്. അതിന് ഹർഫ് അക്ഷരണ്ട്, അതിന് സൗത്ത് ശബ്ദമുണ്ട്, കേൾക്കപ്പെടുന്നതാണത്. മനസ്സിലായി? അപ്പൊ കേൾക്കപ്പെടുന്നതായ ശബ്ദമുള്ളതായ ഹർഫുള്ളതായ ആ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ്. അത് അവനിൽ നിന്ന് തുടങ്ങി, അള്ളാഹുവിൽ നിന്ന് തുടങ്ങി. അള്ളാഹുവിലുള്ള ഒരു വിശേഷണമാണത്. അള്ളാഹു സൃഷ്ടിയല്ല. അതുകൊണ്ട് തന്നെ അവന്റെ സിഫത്തായ കലാം അത് സൃഷ്ടിയല്ല. ആ കലാമാകുന്ന ഖുർആനും സൃഷ്ടിയല്ല. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ വിഷയത്തിലുള്ള അഖീദ. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സത്യവിശ്വാസികൾ അന്ത്യനാളിൽ കാണും, അതുമായി ബന്ധപ്പെട്ടുള്ളതായ നമ്മുടെ അഖീദയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ അൽ അഖീദത്തുൽ വസ്തിയിൽ വിശദീകരിച്ച ഭാഗം നമ്മൾ തുടർത്തിയിട്ട് പിന്നീട് സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സൽപാന്താവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നമുക്ക് എല്ലാവർക്കും ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.